ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു കമ്മലുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയുടെ ഒരു ലോങ് വീഡിയോ ആണ് ഇതേ. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ശരിക്കും ഒന്ന് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത്. 1 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ തുടക്കക്കാർക്ക് അത് അത്ര പെട്ടെന്നങ്ങ് മനസ്സിലാവത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ OHP ഷീറ്റിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, നമ്മുടെ ഈ OHP ഷീറ്റ് എന്ന് പറയുന്നത് ബുക്ക് സ്റ്റാളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം ഈ ഷീറ്റിലേക്ക് അത് നമ്മുടെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് എന്തോരാണ് വേണ്ടത്, ഒരു കമ്മലുണ്ടാക്കാൻ എന്തോരാണ് വേണ്ടത്, അതനുസരിച്ച് OHP ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ കളറ് സ്റ്റോൺ ചെയിൻ, അത് ഞാൻ അതിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കിയിട്ടൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും 4 വശത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ അതിനകത്തേക്ക് കൊടുക്കണം. അപ്പം അതിൻ്റെയും ആ ഒരു അളവനുസരിച്ച് അത് കട്ട് ചെയ്തിട്ട് ആണിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഒട്ടിക്കാനാണെങ്കിലും നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ യൂസൊക്കെ ഞാൻ നമ്മുടെ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുന്ന വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് മീഷോയിൽ നിന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നീട് വീണ്ടും ഞാൻ അതിന് ചുറ്റും നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ B7000 ഗ്ലൂ ആണ് കേട്ടോ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. കുറേ ഗ്ലൂ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പല സൈസൊക്കെ ഉള്ളത്. പക്ഷേ ഇത് കുറച്ച് സമയം എടുക്കുമെങ്കിലും ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ചേറെ സമയം എടുക്കും. പക്ഷേ എങ്കിൽ ഒട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോണൊന്നും പെട്ടെന്ന് പറഞ്ഞൊന്നും പോരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദാണ്ടെ ഗ്ലൂ ഒക്കെ തേച്ചിട്ട് നമ്മുടെ ഗോൾഡൻ കളറ് ഡ്രോപ്പ് ഷേപ്പ് കുന്തൻ സ്റ്റോണാണ് കേട്ടോ, അതിൻ്റെ ചുറ്റിനും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു ഗോൾഡൻ തീമും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. ബീഡ്സ് വരുമ്പോഴത്തേന് കളർ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. എന്നാലും അതിൻ്റെ ആ ഒരു ഭംഗി ഫൈനൽ ലുക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റഡാണ്. അപ്പം അതിൻ്റെ മുകളിൽ തന്നെ അതിനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റഡിനുള്ളതും അവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം റൗണ്ട് ഷേപ്പിലുള്ള ഗോൾഡൻ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും നമ്മുടെ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കണം. ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല മഴയാണ്, മഴയുടെ ആയിരിക്കും കേട്ടോ. എന്നാലും എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെപ്പോഴും ചെയ്യുന്ന മോഡൽ ഒരു പൂവിൻ്റെ രീതിയിലുള്ള ഇതാണ് ഞാനിപ്പം നമ്മുടെ സ്റ്റഡായിട്ട് തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും വലിയ പണി എന്നാന്ന് വെച്ചാൽ ഇത് ഉണങ്ങാനുള്ള താമസമുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇനി എപ്പോഴെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പം ആദ്യം ഞാൻ ആ OHP ഷീറ്റിൽ നിന്ന് നമ്മുടെ നോർമൽ സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. അതിന് ശേഷം മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ത്രെഡ് കട്ടർ. ആ ത്രെഡ് കട്ടർ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ സ്റ്റോണിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള OHP ഷീറ്റൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ച് വേണം കേട്ടോ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്താണ്ട് നമ്മൾക്ക് ഐപ്പിന് ഞാൻ ആവശ്യത്തിന് അധികം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ഐപ്പിന്നിൽ ബീഡ് ഇട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാറ്. ഇന്ന് പതിവിന് വിപരീതമായിട്ട് ആദ്യം ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തേക്കുമാണ്. ഒരു 9 ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ നമ്മുടെ ജോയിൻറ്റ് ചെയ്യാനുള്ള ഐപ്പിന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു കമ്മലുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. കാരണം ആദ്യം നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുന്നെടുക്കുന്നത് അത്രയേറെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അതും കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മുടെ ഐപ്പിൻ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നല്ല സമയം എടുക്കുന്നുണ്ട്. കാരണം ഈ ഐപ്പിന് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞൊന്നും പോരാത്ത രീതിയിൽ ഒട്ടിയിരിക്കണമല്ലോ, അതിന് നല്ല സമയം വീണ്ടും എടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ സമയം എടുത്ത് ചെയ്യുന്ന ഈ പ്രോസസ്സാണ് ചിലപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനൊക്കെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ വേണ്ട നമ്മുടെ സ്റ്റഡ് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഐപ്പിന്നും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ പീസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐപ്പിന്നും കൂടെയാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഗ്ലൂ തേച്ചിട്ടൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ച് കൊടുക്കാറ്. കാരണം അന്നേരം ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾ വെക്കുമ്പോൾ തന്നെ അതങ്ങ് ഒട്ടിയിരുന്നോളൂ.
ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഐപ്പിന് അതേൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ പിങ്ക് കളർ ബീഡാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നേരത്തെ ഒന്ന് ആവശ്യപ്പെടുകയും ചെയ്തായിരുന്നു, ഒരു പിങ്ക് കളർ ഇയറിംഗ് ഉണ്ടാക്കാവോ, ഹെവി ഇയറിംഗ് ആണ് ചോദിച്ചേക്കുന്നത്. ഒത്തിരി ഹെവി അല്ല, എന്നാൽ അത്ര സിമ്പിളും അല്ലാത്ത രീതിയിലാണ് ഇത് ഞാൻ മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൾക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം പിങ്ക് കളറ് ബീഡ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അകത്താനും അടുപ്പിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ നോസ് പ്ലെയർ ആണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഐപ്പിന് നമ്മൾ അടുപ്പിക്കുകയും അകലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു കമ്മലുണ്ടാക്കുന്ന വീഡിയോയ്ക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബീഡിടുന്ന പണിയാണ് കേട്ടോ. ബീഡിട്ട് കഴിയുമ്പോഴത്തേനാണല്ലോ അതിൻ്റെ ആ ഫൈനൽ ലുക്ക് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് ഞാനിങ്ങനെ മറച്ച് വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ആ ഫൈനൽ ലുക്ക് കാണുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേന് ഈ പിങ്ക് ബീഡ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ആയതാണ്. അപ്പോൾ അതും കൂടെ വന്ന് കഴിയുമ്പോഴത്തേന് അടിപൊളിയാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റഡും കൂടെ നമ്മൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഇപ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അപ്പം ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം കേട്ടോ. നമുക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോഴത്തേന് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഇവിടെ ഒരു പെണ്ണിന് ഇട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടാലും പറയണേ. അപ്പം താങ്ക്